ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവുമാകാമെന്നാണോ? കയ്യൂക്ക് കാട്ടുക, ഗുണ്ടായിസം കാട്ടുക, ഇതാണോ ഡിവൈഎഫ്ഐയുടെ സ്ഥിരം കലാപരിപാടി? അങ്ങ് കണ്ണൂരിൽ മാസങ്ങൾക്ക് മുൻപ് ഓമനപ്പേരിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കിക്ക് ഓഫ് ചെയ്ത രക്ഷാപ്രവർത്തനത്തിൽ ഇഞ്ചപ്പരുവമായത് യൂത്ത് കോൺഗ്രസിന്റെ അനവധി പ്രവർത്തകരായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കലാപരിപാടി പോലീസിന്റെ നെഞ്ചത്താണ്. നിയമപാലനത്തിനിറങ്ങിയ പാവം ഒരു പോലീസുകാരന്റെ കർണപുടം അടിച്ചു തകർത്തിരിക്കുന്നു അങ്ങ് കോട്ടയം ഉഴവൂരിൽ. ഈ ക്രിമിനൽ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത് തടയാനും പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായത്രേ. രക്ഷാപ്രവർത്തനം കലയാകുമ്പോൾ കാക്കിയിട്ടവർക്കും രക്ഷയില്ലേ എന്നതാണ് നമ്മൾ ന്യൂസ് 24-ൽ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആദ്യം കാണാം. കോട്ടയം ഉഴവൂരിൽ പ്രശ്നപരിഹാരത്തിന് എത്തിയ SIക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനം. കുറവിലങ്ങാട് SI KV സന്തോഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ച 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നേതൃത്വം ഇതുവരെയും മുതിർന്നിട്ടില്ല. കോട്ടയം ഉഴവൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി ഒരു SIയെ, കുറവിലങ്ങാട് SI ആയിട്ടുള്ള KV സന്തോഷ് കുമാറിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഈ പ്രദേശത്ത് ഉഴവൂർ ടൗൺ ഭാഗത്ത് നേരത്തെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ്, സംഘർഷാവസ്ഥ അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തിയതാണ് കുറവിലങ്ങാട് പോലീസ് സംഘം, അതുപോലെ തന്നെ SI ആയിട്ടുള്ള KV സന്തോഷ് കുമാർ. എന്തായാലും പോലീസ് എത്തിയതറിഞ്ഞ് ഈ വിദ്യാർത്ഥികളിൽ ചിലർ പാലായിലുള്ള ചില ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിളിച്ചറിയിക്കുന്നു. തുടർന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസുമായി ആദ്യം വാക്കേറ്റമുണ്ടാകുന്നു. അതിനുശേഷം പോലീസിനെ തെറി വിളിക്കുന്നതിലേക്കും പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുന്നു. അതിനുശേഷമാണ് സ്ഥലം SI ആയിട്ടുള്ള, കുറവിലങ്ങാട് SI ആയിട്ടുള്ള KV സന്തോഷ് കുമാറിനെ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്ന് ഒരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്ന സ്ഥിതിയും ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ KV സന്തോഷ് കുമാറിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. വളരെ മോശം ഭാഷ, അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. അപ്പോഴും ഞാൻ ക്ഷമിച്ച് നിങ്ങൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ, നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രതിനെ പിടിച്ചിട്ട് മതിയിട എന്നുള്ള രീതിയിൽ വളരെ കയർത്ത് എന്നോട് സംസാരിക്കും. ഇതിനെ തൊട്ടടുത്ത് നിന്നിരുന്ന പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ചോദ്യം ചെയ്യുകയും ഉടനെ അദ്ദേഹമായിട്ട് വളരെ മോശമായ രീതിയിൽ നിന്നെയൊക്കെ തല്ലിയിട്ടേ പോകുള്ള, പോലീസിനെ ഉൾപ്പെടെ എല്ലാവരും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ നടുൽ ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന സമയമാണ് ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ചു വരുത്തിയതിൽ 2 പേര് എന്നെ തലയ്ക്കിട്ടും ഒരാൾ കുറ്റിക്കിട്ടും അടിച്ചു. എന്തായാലും KV സന്തോഷ് കുമാറിൻ്റെ നെറ്റിക്കും അതുപോലെ തന്നെ ചെവിക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ചെവിക്കുണ്ടായ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസിനെ മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും നവകേരള സദസ്സ് നടന്ന സമയത്തൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനം അവർ ഇതുവരെയും മറന്നിട്ടില്ല. ആ രക്ഷാപ്രവർത്തനം പോലീസുകാർക്കെതിരെയും ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉഴവൂരിലുണ്ടായത്. കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്. ഈ മർദ്ദനമേറ്റ SI KV സന്തോഷ് കുമാർ അല്പസമയത്തിനകം ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ, ഒപ്പം സജി മഞ്ഞക്കടമ്പൻ, UDFന്റെ കോട്ടയം ജില്ലാ ചെയർമാനും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ സാധാരണമായിട്ട് സംഭവിക്കുന്നു, വലിയ ഞെട്ടലോടുകൂടി കാണേണ്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഒരു നിയമപാലനത്തിനായി എത്തുന്ന ഒരു പോലീസുകാരൻ്റെ ചെകിട്ടത്തടിച്ച് കർണപടം പൊട്ടിക്കുകയാണ്. അതും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, 3 പ്രധാനപ്പെട്ട പ്രവർത്തകർ. അപ്പോൾ ഇതെന്താണ്, ഭരണത്തിൻ്റെ കയ്യൂക്കാണോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്? വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ആയിരിക്കണം എന്നൊരു നിർബന്ധം ദയവായിട്ടുണ്ടാകും. കാരണം ഞാൻ എന്റെ നാടുമായിട്ട് തൊട്ടടുത്ത നാടാണ് ഈ ഉൾപ്പെടു കോൺഗ്രസ്. അവിടെ ഈ വിഷയം, ഈ സംഘർഷാവസ്ഥ എക്വലിക്കാൻ ചെന്ന SIക്ക് മർദ്ദനം ഉണ്ടായെന്ന് ഒരു വസ്തുതയാണ്. ശക്തമാണ് അപലപിക്കുന്നു. അത് മർദ്ദിച്ചാരാണെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അത് ഡിവൈഎഫ്ഐ ആണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അത് അതിനപ്പുറമായ ചില വസ്തുതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഉഴവൂർ പിരിഞ്ഞതാണ്. 3 മണി മുതൽ അവിടെ 9, 10 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ആ ഉഴവൂർ ജംഗ്ഷനിൽ ഇപ്പൊ അവർ പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ലാസ്റ്റ് അവർ തമ്മിലൊരു തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
ഈ സമയത്ത് ആ സ്കൂളിലെ പിന്നെ +1 +2 വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ വിഷയം നോക്കി നിൽക്കും. എന്നാൽ അവിടെയുള്ള ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ ഓട്ടോറിക്ഷ തൊഴിലാളികളെ നോക്കി നിന്ന് ആ കുട്ടികളെ ക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു. ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട ഈ 9-ലെയും 10-ലെയും വിദ്യാർത്ഥികളെ മർദ്ദിക്കാതെ കണ്ട് ഇത് കണ്ടെത്തുന്ന കുട്ടികളെ അതിക്രൂരമായി വർദ്ധിച്ചു. ഈ കുട്ടികൾ സ്വയം പ്രാണരക്ഷാർത്ഥം അവരവരുടെ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ വീണ്ടും സംഘർഷം ഉണ്ടായി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്, ഈ വിഷയത്തിലേക്ക് ഇത് വരാൻ, ഈ മർദ്ദനത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എരുതിയിൽ എണ്ണ ഒഴിച്ച അവിടുത്തെ ചില ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. വാസ്തവമാണെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം ഓട്ടോറിക്ഷ തൊഴിലാളി ഇതിനകത്ത് നിരപരാധികൾ, ചെറിയൊരു സംഘം. ഇതേ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്നലെ രാവിലെ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിനകത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പ് ചെന്ന് സ്വയം പെട്രോൾ ഒഴിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഞങ്ങൾ അടിച്ചതെന്നുള്ളതെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ റൂമിലേക്ക് പോയ ആ ഓട്ടോറിക്ഷ ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ ക്രൂരമായി ബാധിച്ചു. അപ്പോൾ റെജി ലൂക്കോസ്, കാര്യമൊക്കെ അങ്ങനെയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? പോലീസാണ്. ആ പോലീസിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഒരു SI അവിടേക്ക് എത്തുന്നത്. ആ SIയുടെ മുഖമടച്ചടിക്കാൻ ആരാണ് അവകാശം നൽകിയിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വിഷയത്തില് സബ് ഇൻസ്പെക്ടറെ തല്ലിയതിലും അദ്ദേഹത്തിനെ മർദ്ദിച്ചതിലൊക്കെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചർച്ച നടക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. നമ്മുടെ നിയമപാലകരെ മർദ്ദിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. തന്നെയുമല്ല, പ്രധാനപ്പെട്ട ഞാൻ റെജി ലൂക്കോസ് അങ്ങ് ഒന്ന് തുടരണം. ഇപ്പോൾ KB സന്തോഷ് കുമാർ തന്നെ അവസ്ഥ വിവരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KB സന്തോഷ്, എന്താണ് താങ്കൾക്ക് ഇന്ന് സംഭവിച്ചത്? താങ്കളുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണെന്നറിയാം. എങ്കിലും നിജസ്ഥിതി കേരളത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് താങ്കളെ കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കാമെന്ന് കരുതിയത്. ഇന്നുണ്ടായ സംഭവം ഒന്ന് ചുരുക്കി വിവരിച്ചാൽ താങ്കൾക്കേറ്റ ദുരനുഭവം എന്തായിരുന്നു? നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. ഞാൻ അന്നേ ദിവസം ഡ്യൂട്ടി ഓഫീസറിന്റെ ചാർജ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റുമാനൂർ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്റെ മേൽ ഓഫീസർക്ക് അവിടെയായിരുന്നു. അപ്പൊ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ നമ്മുടെ 112 കോളുകളൊക്കെ വരും, ടാബിൽ വരുന്ന കോളുകളാണ്. അപ്പൊ അത് 20 മിനിറ്റിനുള്ളിൽ നടപടി എടുക്കുന്നത്. അപ്പൊ അമ്മാതിരി ഒരു കോളാണ് ഈ ഉഴവൂര് സ്കൂളിൽ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഉണ്ടായത് പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കുട്ടികളെയൊക്കെ, ഞാൻ അവിടെ പലപ്പോഴും SPCക്കും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ എന്നെ നല്ല പരിചയമുണ്ട്. അപ്പൊ കുട്ടികളെയൊക്കെ സാന്ത്വനപ്പെടുത്തി ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഞാൻ പരിക്ക് പറ്റിയ ഒരു കുട്ടിയോട് ഞാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയും തുടർന്ന് ആരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ്, പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി. അവർ വന്ന വഴിക്ക് തന്നെ യൂണിഫോം ഇട്ട എന്നോട് വളരെ മോശമായിട്ട്, ഉപസ്ഥിതിയുടെ ഏറ്റവും ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും നിന്ദ്യമായ ഭാഷ എടുത്തിട്ട്, ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, എടാ കേസ് എടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞു, വളരെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു. എന്നെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. ഇതിന് ചോദ്യം ചെയ്ത് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അവർ ചോദ്യം ചെയ്തപ്പോൾ അവരോടും വളരെ മോശമായി നിന്ദിച്ച് സംസാരിച്ചു. അവർ തമ്മിൽ ഇങ്ങനെ ഒരു മോശം ഇതായപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് കുട്ടി വിളിച്ചു വരുത്തിയ എന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരല്ല അവർ, പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നെ അറിയത്തുമില്ലായിരുന്നു. അവർ വന്ന വഴിക്ക് തന്നെ എന്നെ തെറി വീണ്ടും പറയുകയും ഒരാൾ എന്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ എന്റെ കർണത്തിട്ടടിക്കും. എന്റെ 29 വർഷത്തെ സർവീസിൽ ഞാൻ എല്ലാവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ജനമൈത്രി പോലീസിന്റെ സംവിധാനത്തിൽ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ്. തീർച്ചയായും അങ്ങയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ തന്നെ ആ ഒരു നല്ല കാര്യമാണ് നാട്ടുകാർക്കും പറയാനുള്ളത്, അവിടുത്തെ ആളുകൾക്കും പറയാനുള്ളത്, സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുണ്ടായ ഒരു അനുഭവം, കാരണം ഒരു കൂട്ടം വന്ന് അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നു, അതും ഒരു കൃത്യനിർവഹണമിട്ട കാക്കിയിട്ട ഒരു പോലീസുകാരൻ. ഇത് മുൻപൊന്നും കേട്ടുകേഴ്വി ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും മുറിവ് വളരെ വലുതാണ്. താങ്കൾ, ഞാൻ അറിഞ്ഞത്, ജോലി പോലും ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിച്ചു പോയി എന്നാണ്. അത്തരത്തിൽ മാനസിക വ്യഥ അനുഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയാണോ ശ്രീ സന്തോഷ്? തീർച്ചയായിട്ടും അതാണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾക്ക് മുന്നിൽ ഞാൻ ഈ കുഞ്ഞുണ്ണിമാഷിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കണം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, നാമഘോഷം. അപ്പൊ അത്രയും കുട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ വളരെ അധിക്ഷേപ വർഷം നടത്തി, അതുപോലെ അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സർവീസിലല്ല, എന്റെ ജീവിതം മരണം വരെ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരോട് നിന്ദ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. അത് ആ ഒരു കാര്യവുമില്ല, കാരണം ഞങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പൊതുപ്രവർത്തകരെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടെയാണ് അസഭ്യം പറയുന്നത്. അപ്പൊ പോലീസ് ജോലിയിൽ വളരെ വൈകാരികമായി തന്നെ ഞാൻ പറയുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ട്.
പോലീസ് ജോലി ചെയ്യുന്നതിന് യൂണിഫോം ഇടുമ്പോൾ ഒരു സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ട്. പലപ്പോഴും ഞങ്ങളത് അവിടെ തട്ടിക്കയറുന്നുണ്ട്. പക്ഷെ പല മാധ്യമങ്ങളാണെങ്കിലും കോടതിയാണേലും മറ്റു വ്യവസ്ഥയാണേലും പോലീസുകാർ പറയുന്നത് കേൾക്കും. പക്ഷെ പോലീസുകാർ അനുഭവിക്കുന്ന ഇതിപ്പോ എന്റെ ഒരു വിഷയം ഏറ്റവും നല്ല രീതിയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരൊക്കെ അവതരിപ്പിച്ചു എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. തീർച്ചയായും ഇത് ജനങ്ങൾ കേൾക്കണം. കാരണം എന്തൊരു കഷ്ടതയാണ് ആ ഉദ്യോഗസ്ഥന്, അതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് കാക്കി ഇട്ട് മാന്യമായ രീതിയിൽ നല്ലതിന് വേണ്ടിയൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഗതികേട് കയ്യൂക്കിന് ബലിയാടാകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഞാൻ മടങ്ങിയെത്താം, ശ്രീ റെജി ലൂക്കോസിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, കാരണം നമുക്ക് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? കാരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യഥയുണ്ടാകുന്നു. ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ പരമപ്രധാനമായ ആത്യന്തികമായ ഡ്യൂട്ടി എന്താണ്? ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എത്തുക. സാധാരണ പലപ്പോഴും പോലീസുകാർ നേരിടുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ വിളിച്ച് അറിയിച്ചാൽ കൂടി ആ സംഭവ സ്ഥലത്തേക്ക് എത്താറില്ല. ഇതവിടെ ചെന്ന് ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും നിയമപാലനത്തിനുമായി എത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ അടപടലം അങ്ങ് അടിച്ച് താഴെയിടുകയാണ്. ഇത് എന്തൊരു നയമാണിത് ശ്രീ സജി? സജിയിലേക്ക് ആ കണക്ഷൻ ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇതാണ് സംഭവം. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, അതും യാഥാർത്ഥ്യമെങ്കിൽ അതൊക്കെ അന്വേഷിക്കാനാണ് ഇവിടുത്തെ പോലീസുകാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ്. അപ്പോൾ അവിടെ ഈ കയ്യൂക്ക് കാട്ടുന്നത് എന്ത് രീതിയാണത്? അതാരാണ് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്? തീർച്ചയായും ഉടനടി അതിനെ അപലപിക്കേണ്ടതല്ലേ ഡിവൈഎഫ്ഐ നേതാക്കളും ഈ പറയുന്ന ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളും? ഉടനടി ആക്ഷൻ എടുത്തു. ആ ആക്ഷൻ എടുത്തതും ഏതുവരെ എന്നുള്ള കാര്യം, ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതും വളരെ ബോധ്യമാണ്. ഇത് ഭൂഷണമാണോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ ആദ്യം പറയാം, ഞാൻ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാനും അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ നല്ലൊരു അഭിപ്രായമാണ്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥനാണ്. നല്ല രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് വളരെ മുഖ്യമായ ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ല, അദ്ദേഹത്തിന് വർധനമേറ്റത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. വളരെ ശക്തമാണ് അവലംബിക്കുന്നത്, ഒരു തർക്കമല്ല കാര്യം. പക്ഷെ ഡിവൈഎഫ്ഐ മനഃപൂർവ്വം ഉണ്ടാക്കിയ വിഷയമാണെന്നത് വക്രീകരണത്തെ മാത്രം ഞാൻ വിളിച്ചു. നാട്ടിലെ ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായി. അവിടെ അവർ വിളിച്ചു വരുത്തി സ്വയരക്ഷാർത്ഥം ഈ ഡിവൈഎഫ്ഐയുടെ റോൾ എന്താണ് ശ്രീ റെജി ലൂക്കോസ്? റോള് കാണും, ഡിവൈഎഫ്ഐ അവിടെ ചെന്ന് കാര്യം. ഒരു പോലീസുകാരനെ അടിക്കാൻ ആരാണ് അവകാശം കൊടുത്തത്, ഈ അധികാരം കൊടുത്തിരിക്കുന്നത് ഇവർക്ക്? ഞാൻ പൂർത്തീകരിക്കുന്നു. ഞാൻ ഈ സംഭവത്തെ അവലംബിച്ചുകൊണ്ടും ഇതിനെ ഒരിക്കലും അംഗീകരിക്കാതെ ചർച്ച ചെയ്തതാണ്. ഞാൻ പൂർത്തീകരിക്കില്ല. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ആ കുട്ടികളെ മർദ്ദിക്കുകയും അകാരണമായി നോക്കി നിന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ഓട്ടോറിക്ഷക്കാരെ മർദ്ദിച്ച് അവസരമാക്കിയതിനെ കുറിച്ച് നിങ്ങൾ അക്ഷം പോലും പെട്ടുന്നില്ല. ക്രമസമാധാനവും നീതിപരമായിട്ടുള്ള അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയും കൈയെടുത്ത് ഇത് നമ്മുടെ വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിക്കാരെ അധികാരം കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. മുഴുവൻ ഓട്ടോറിക്ഷക്കാരെന്നല്ല, മഹാഭൂരിപക്ഷവും നല്ല മനുഷ്യർ ജീവിക്കാൻ പറ്റുള്ളവർ, എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ഒരു ചെറിയ സംഘം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് പട്ടാപ്പകലൂര് നാട്ടുകാർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നടത്തിക്കൊണ്ടിരുന്നത്. തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇതേ തൊഴിലാളികളെ മർദ്ദിച്ചു. അതുകൊണ്ട് നിങ്ങൾ അവലംബിക്കണ്ടേ? അപ്പോൾ സ്വയരക്ഷാർത്ഥ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ നാട്ടുകാരെ വിളിച്ചു വരുത്തി അതേ അപലപിക്കുന്നത് ശരിയാണ്. പക്ഷേ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? അത് നിർവഹിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പോലീസിന്റെ അധികാരം ഡിവൈഎഫ്ഐക്കാർക്ക് ആരും നൽകിയിട്ടില്ല. അത് എന്തിന്റെ ബലത്തിലാണ്? ഭരണത്തിന്റെ കയ്യൂക്ക് കാട്ടുകയാണോ? അധികാരമുണ്ടെങ്കിൽ എന്ത് തോന്നിവാസം കാട്ടാമെന്നാണോ ശ്രീ റെജി ലൂക്കോസെ? ഡിവൈഎഫ്ഐ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ എന്നുള്ള പ്രസ്ഥാനം അറിഞ്ഞുകൊണ്ട് വർദ്ധിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തെയാണ് ദുർവ്യാഖ്യാനത്തോട് ശരിയല്ല. ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു, അത് വസ്തുതയാണ്. അതിന് ഡിവൈഎഫ്ഐ ഓൺ ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ആരെങ്കിലും അവരെ ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ഇതേ ലേബലിലുള്ള പ്രവർത്തകർ രക്ഷാസേനയുടെ ദൗത്യം ഏറ്റെടുത്ത് അങ്ങ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ആ ദൗത്യം ഏറ്റെടുത്ത ഒരു സേനാ വിഭാഗമായി മാറിയിരുന്നു. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. ഞാനത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി സമൂഹത്തിന് അകാരണമായിട്ട് അവിടെ തങ്ങളാണ് ഇവിടുത്തെ തങ്ങളാണ് കുണ്ടകൾ, തങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ്, നിനക്ക് ഒന്ന് യൂണിഫോം കൊണ്ട് വിദ്യാർത്ഥി സംഘടന നിൽക്കാൻ പാടില്ലാത്തൊരു നാട്യത്തോടുകൂടി അവിടെ ആ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളെ നിങ്ങൾ ആരും ഒരു അക്ഷം പോലും കിട്ടുന്നില്ല. അവരാണ് ഈ വിഷയം ഭക്ഷണമാക്കിയത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അവർ ഭക്ഷണമാക്കിയപ്പോൾ അത് ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വന്നു. പ്രദേശം അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ആ 3 മണിക്കുണ്ടായ ഈ ചെറിയ സംഘർഷം 6:30 വരെ നീണ്ടു. വൈകുന്നേരം 6:30 വരെ നീണ്ടു. മണിക്കൂറുകൾ വരെ ആ ഒരു സംഘർഷം ഇല്ലാത്തൊരു പ്രദേശത്ത്
പൊതുവെ ശാന്തമായ ഒരു സ്ഥലത്ത് വിടൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷ നമ്മുടെ മുൻ രാഷ്ട്രപതി ഒരു സ്ഥലമാണ്. അവിടെ കോളേജ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക അധ്യാപന സങ്കേതങ്ങളുള്ള സ്ഥലമാണ് അവിടെ. പക്ഷെ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ പോലുള്ളവര് നമ്മുടെ കുട്ടികളെ പറ്റി അകാരണമായി വർദ്ധിച്ച് അത് നാട്ടുകാർ ഏറ്റെടുക്കേണ്ട ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഡിവൈഎഫ്ഐയിലെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കാം. അപ്പൊ ഡിവൈഎഫ്ഐ അതിദയനീയമാണ്. ആ മനുഷ്യൻ തറയിലിരുന്ന് കണ്ടോ, വേദനയോടുകൂടി തറയിലിരിക്കുന്നത്. ഞാൻ ഈ കാഴ്ചയൊക്കെ യു പിയിൽ കണ്ടിട്ടുണ്ട്. യു പിയിൽ ക്രമസമാധാന പാലത്തിന് പോകുന്ന പോലീസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അപലപിക്കാറുണ്ട്, അയ്യോ യു പിയിൽ അവസ്ഥ കണ്ടോ എന്നൊക്കെ അപലപിക്കുന്ന ഈ നാട്ടിലാണ് കയ്യൂക്ക് കാട്ടിക്കൊണ്ടൊരു പാവം മനുഷ്യനെ തറയിലിട്ട് അടിച്ചു വീഴ്ത്തി കർണപുടം അടിച്ച് പൊട്ടിക്കുന്നത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം. ശ്രീ സന്തോഷ് കുമാർ, ഈ സംഭവത്തിന് ശേഷം പ്രതികളെ താങ്കൾക്കൊപ്പം എത്ര പോലീസുകാരുണ്ടായിരുന്നു? അവരൊക്കെ ഉടനടി ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? അറസ്റ്റിനോട് ഇവർ സഹകരിച്ചോ? പ്രതികൾക്കെതിരെ കർശനമായ വകുപ്പുകൾ തന്നെ ചുമത്തി മറ്റൊരു തരത്തിലും ഇനി ഈ പ്രവൃത്തി ആവർത്തിക്കാത്ത വണ്ണം ഈ ക്രിമിനലുകളെ പൂട്ടണം, ആ നിലയ്ക്ക് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ ഈ കേസിൽ? അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിക്ക് പറ്റിയപ്പോൾ തന്നെ നാട്ടുകാര് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാം ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അവർ തന്നെ അപ്പൊ പോലീസ് ഇപ്പോൾ വന്നു, എന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു 2 മിനിറ്റുള്ളിൽ തന്നെ എന്റെ ബഹുമാന്യനായ CA അദ്ദേഹം വന്നു, DYSP അദ്ദേഹം വന്നു. അവര് പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം എനിക്ക് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഉഴവൂര് ഞാൻ പോകേണ്ട, അവിടെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കൊണ്ട് ഞാൻ വണ്ടി തിരിച്ചു. എന്റെ വണ്ടി ഓടിച്ചിരുന്ന പോലീസുകാരോട് പറഞ്ഞു കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എന്നെ 1-2 മണിക്കൂറത്തെ ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ എടുത്തപ്പോൾ തലയ്ക്കെടുപ്പ് പരിക്കും, അതുപോലെ തന്നെ മറ്റേ ഇയർ ഡ്രം പൊട്ടിയതായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാന്യമായ രീതിയിൽ അതിൽ നല്ല പോലീസിന്റെ നല്ല ഒരു പ്രസൻസ് വന്നിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏറ്റവും മുന്തിയ ശിക്ഷ കിട്ടുന്ന രീതിയിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം എന്ന് പറയണ എനിക്ക് തോന്നുന്നത് ഇവര് അവിടെ നിന്ന് ഇപ്പൊ ഭരണപക്ഷത്തിനോട് താല്പര്യമുള്ളവർ ഏറ്റവും മാന്യമായി പെരുമാറിയതാണ്. അപ്പൊ അവരും രാഷ്ട്രീയമാണ്. അവര് പക്ഷേ ഏറ്റവും നല്ല രാഷ്ട്രീയ നിലപാട്, പൊതുജനങ്ങളോട് കൂറുള്ള രാഷ്ട്രീയമായിരുന്നു. ഈ വന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിലും അവര് യൂത്ത് ഇതിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ ഈ സംഭവങ്ങൾക്കൊന്നും രാഷ്ട്രീയമാനമില്ല. പക്ഷെ രാഷ്ട്രീയമാനം വരുത്തിക്കുകയായിരുന്നു. ഈ ചെറിയ കുട്ടികൾ വിളിച്ചു വന്നപ്പോൾ അവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നത് തെറ്റാണ്. പക്ഷെ അവിടെ നിന്ന യഥാർത്ഥ അവിടുത്തെ പൊതുപ്രവർത്തകരായ ആളുകൾ, അവര് ഭരണപക്ഷമാണേലും പ്രതിപക്ഷമാണേലും അവര് ഏറ്റവും നല്ല രീതിയിൽ പോലീസിനോട് സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ശ്രീ സന്തോഷ്, ഇത്തരമൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം എന്തെങ്കിലും ഒരു ഭരണം കയ്യിലുണ്ടെങ്കിൽ അത് തുടർഭരണമാണെങ്കിൽ നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ വഴിതെറ്റുന്ന അവസ്ഥകൾ ചില സഖാക്കൾക്കൊക്കെ ഉണ്ട് എന്നത് പരമയാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതാണ് കോട്ടയം കുറവങ്കലാടിൽ നിന്നും വരുന്ന ഈ ദൃശ്യം. അധികാരത്തിൻ്റെ ഹുങ്ക്, കയ്യൂക്ക്. ഇനിയെങ്കിലും ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്ന് പ്രതികരിച്ച് കാണേണ്ടതാണ്. പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും. ജെയ്ക്കിനെയും വസീഫിനെയും ഒക്കെ ടെലിഫോൺ ലൈനിൽ വിളിക്കുമ്പോഴൊക്കെ അവർ മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഈ ഗതികെട്ട കാഴ്ചയ്ക്കൊരു മറുപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ 3 പേർക്കും മറ്റ് പട്ടങ്ങൾ കൊടുത്തവരെ പരിപോഷിപ്പിക്കാതെ, പുതിയ സ്ഥാനങ്ങൾ കൊടുത്തവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരുത്താതെ ഉടനടി നടപടിയെടുത്ത് ഈ പാർട്ടിക്കേറ്റ അപമാനത്തെ തിരുത്തേണ്ടതാണ്. ശ്രീ സജി, താങ്കളും കോട്ടയത്തുകാരനാണ്. കോട്ടയത്തുകാരൊക്കെ പൊതുവെ ശാന്തരും നല്ല മനസ്സുള്ള ആളുകളൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അനുഭവങ്ങളും അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഈ വരുന്ന വാർത്ത കോട്ടയക്കാർക്ക് പോലും ലജ്ജയുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുന്നു. സാധാരണ നമ്മൾ പോലീസുമായിട്ടൊക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉന്തം തള്ളുമൊക്കെ ഉണ്ടാകും. ഇതൊരു കൃത്യനിർവഹണം നടത്താൻ പോയ ഒരു പോലീസുകാരനെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചങ്ങ് തറയിലിടുകയാണ്. എന്ത് രീതിയാണിത് ശ്രീ സജി മഞ്ഞക്കടമ്പൻ? തീർച്ചയായിട്ടും കോട്ടയംകാർക്ക് അപമാനം തന്നെയാണ്. ഇത് കോട്ടയത്തെ ഒരു കണ്ണൂരാക്കുവാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആ പാവം പിടിച്ച പോലീസുകാർ അദ്ദേഹം പറയുന്നത് കേട്ട് നമുക്കും കൂടി ദുഃഖം തോന്നുന്നു. അദ്ദേഹത്തിന് പറ്റിയത് ഇന്ന് കേരളത്തിലെ പോലീസുകാർ ആക്ട് ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ, ഏരിയ കമ്മിറ്റി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്ന കാര്യത്തിന് മാത്രമേ അവർ ഇടപെടാവൂ എന്നുള്ളൊരു സൂചനയാണ് ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ ആ പോലീസുകാരന്റെ ഈ അക്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ആ പോലീസുകാരൻ നീതി നിർവഹണത്തിന് അവിടെ ചെന്നു. അദ്ദേഹം ന്യായമായ കാര്യത്തിൽ ഇടപെട്ടു. പക്ഷേ അവിടെ പറഞ്ഞു, സഖാക്കന്മാർ ഞങ്ങൾ ഇന്ന പാർട്ടിയുടെ ആളുകളാണ്, മര്യാദയ്ക്ക് കേസെടുത്തു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹം കയ്യേറ്റം ചെയ്യുകയും ചെയ്തെങ്കിൽ ഈ കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തില് അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ കേരളത്തിലെ പോലീസിനോട് അല്ലെങ്കിൽ ആ പോലീസ് സേനയോട്
അദ്ദേഹത്തിന് ആ പോലീസുകാരുടെ അല്ലെങ്കിൽ ജീവന അല്ലെങ്കിൽ അവരുടെ അവർക്ക് സംരക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ അവരെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ തോന്നുന്നുണ്ടോ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കുമെന്ന്? കാരണം ഉപരിക്കമ്മിറ്റികളിലേക്കുള്ള മെഡലുകളായിട്ടൊക്കെ ഇത് മാറുമോ എന്നുള്ളത് ഒക്കെ നമുക്ക് കണ്ടറിയില്ല. അനുഭവം അങ്ങനെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഡിവൈഎഫ്ഐക്കാര് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചപ്പോൾ അതെന്താ പറഞ്ഞത്? അത് കൊള്ളാം, അത് തുടരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ പോലീസ് ബഹുമാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പോലീസുകാരൻ അദ്ദേഹം ദയവായി ചാനലിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ താങ്കളെ സസ്പെൻഡ് ചെയ്യും. ഡിവൈഎഫ്ഐക്കാരനെ നാളെ അവരെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പോലീസിന് മാത്രമല്ല ജനങ്ങൾക്ക് രക്ഷയില്ല, പോലീസിന് പോലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണം ഇന്ന് മാറിയിരിക്കുന്നു, അതപ്പതിച്ചിരിക്കുന്നു. ഇത് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഈ പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡുകളിലൊക്കെ പലപ്പോഴും മുഖ്യമന്ത്രി സൂചിപ്പിക്കാറുണ്ട് പല കാര്യങ്ങളും. പോലീസിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെയൊക്കെ അദ്ദേഹം അഭിമുഖീകരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കാൻ പാടില്ല, തകർക്കുന്നതാകരുത് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നൽകുന്ന സന്ദേശം എത്രത്തോളമുണ്ട് ശ്രീ സജി മഞ്ഞക്കടമ്പൻ? ഇത് പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മറുഭാഗത്തൂരി പറയുന്നത് പോലീസ് ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ മതി, ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പറയുന്ന കാര്യത്തിൽ ഇടപെട്ടാൽ മതി എന്നും കൂടി അദ്ദേഹം മറുവശത്ത് പറയുന്നുണ്ട്. അത് പോലീസുകാരെ പലപ്പോഴും അത് കേൾക്കാത്ത പോലീസുകാരാണ്. പാർട്ടി ഓഫീസിൽ നിർദ്ദേശം ലഭിക്കാതെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗതി ഉണ്ടായതെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സേന ഇന്ന് അത് കംപ്ലീറ്റ് അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ CPM-ന് വേണ്ടി ദാസ്യവേല ചെയ്യേണ്ട ആളുകളായി പോലീസ് മാറിയിരിക്കുന്നു. അവരുടെ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം നടപ്പിലാക്കിയാൽ മതി, അല്ലാത്ത കാര്യങ്ങളിൽ നീതി നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ ഇതേ ഗതി കൂടുതൽ പോലീസുകാർക്ക് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇതിലൂടെ ഡിവൈഎഫ്ഐയും ഈ ഗവൺമെന്റും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, ആത്മാഭിമാനമുണ്ടെങ്കിൽ അങ്ങേക്ക് കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല. അങ്ങയുടെ കീഴിലുള്ള അങ്ങയെ സംരക്ഷിക്കുന്ന അങ്ങയുടെ പോലീസുകാരെയെങ്കിലും അവർക്കെങ്കിലും അവിടെയെങ്കിലും ജീവന് അപകടമുണ്ടാവാതിരിക്കുന്നതിനുള്ള സംരക്ഷണം കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടല്ലോ 2 സമരങ്ങൾ. ഇവിടെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഡിവൈഎഫ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ എന്താ ഇന്ന് വാ മോനെ നീ കേറു വണ്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അവരെ എടുത്തുകൊണ്ട് പോകുന്ന പോലീസുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് 2 തരം നീതിയും നിയമവുമാണ് ഇവിടെ നടപ്പിലാകുന്നത്. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലെ കിരാതമായ ഈ നിയമത്തിനെതിരെ പ്രതികരിക്കും. ഈ സർക്കാരിന്റെ അഹുങ്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പോലീസുകാരൻ, കോട്ടയം ജില്ലക്കാരനായ പോലീസുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച അതാണ് അപലപിക്കേണ്ട വിഷയമാണ്. ശ്രീ റെജി ലൂക്കോസ്, ഡിവൈഎഫ്ഐ ഇടപെട്ട് നിയമ നടപടിക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ഒപ്പം ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ക്രിമിനലുകളെ പുറത്താക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമോ കേരളത്തിന്? അല്ല, അവരങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ എത്രയോ ചരിത്രങ്ങൾ തന്നെയുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയം ധരിക്കണ്ട. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞു, ഞങ്ങളുടെ രാഷ്ട്രീയമില്ല, അവിടെ രാഷ്ട്രീയപരമായ സംഘർഷമല്ല നടന്നത്. അവിടെ പ്രാദേശികപരമായിട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. കുട്ടികൾ തമ്മിലുള്ളൊരു വാക്കേറ്റം ഉണ്ടായി. അതിനെ ലഘൂകരിച്ചു വിടുന്നതിന് പകരം അത് കണ്ടു നിന്ന വിദ്യാർത്ഥികളെ വർദ്ധിക്കാനായിട്ട് കർഷകരെ തൊഴിലാളികൾ മുൻകൈ എടുത്തുകൊണ്ടുള്ള എന്താ പറയാ നിയമത്തെ കയ്യിലെടുക്കുന്നു. അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദനം ഏൽക്കുന്നു. അതിൻ്റെതായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുക. അക്കാര്യത്തിൽ യാതൊരു സംശയമായിരിക്കണ്ട. സജി മഞ്ഞക്കടമ്പൻ ലോക്സഭയിലേക്ക് ഇതിന് വരുന്ന ഓരോ വോട്ടും ചോദിക്കണ്ട. സജി മഞ്ഞക്കടമ്പൻ എത്ര ശ്രമിച്ചാലും ഉഴവൂരിലോ കോട്ടയം ജില്ലയിലെങ്കിലും ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര കിടഞ്ഞു ശ്രമിച്ചാലും അത് നടക്കത്തുമില്ല. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ആ ഉദ്യോഗസ്ഥനോടൊപ്പമാണ്, ഒരു തർക്കമില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ട് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വേദന പറഞ്ഞു, അദ്ദേഹത്തിന് നീതി ലഭിക്കും, കർശന നടപടികൾ അതിന്റെ വേദന ഉണ്ടാവും. അദ്ദേഹത്തിന് യാതൊരു തർക്കമില്ല. ഇതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുകളിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ മാത്രമേ നമ്മൾ പ്രതിഷേധിക്കുന്നുള്ളൂ. കാരണം അവിടുത്തെ സംഘർഷം ഒരു രാഷ്ട്രീയ സംഘർഷമല്ലായിരുന്നു. ഒരു രീതിയിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന അവിടെ നടന്നിട്ടില്ല. അവിടെ പ്രാദേശികമായിട്ട് കുട്ടികളുമായിട്ടുള്ള സംഘർഷം മാത്രമാണ്. എടുക്കുമ്പോഴും ആ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും അപലപിക്കുന്ന രീതിയിൽ ഒരു പ്രതികരണം പോലും ഇതേ നിമിഷം വരെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ദുരവസ്ഥ കൂടിയാണ്. ശ്രീ KV സന്തോഷ് കുമാർ, അവസാനമായി താങ്കളുടെ ആ നിലത്തിരിക്കുന്ന ആ ദൃശ്യം കാണുമ്പോൾ തീർച്ചയായും കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്.
താങ്കൾ എന്തായാലും വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല. താങ്കൾ ഒരു വേള ജോലി പോലും ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു എന്ന് വരുമ്പോൾ അത് അങ്ങയുടെ മനസ്സിനേറ്റ ഒരു അവസ്ഥ അത് പറയാവുന്നതിനും അപ്പുറത്തേക്കാണ്. തീർച്ചയായും തലയുയർത്തി തന്നെ മുന്നോട്ട് പോവുക. താങ്കൾ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മേന്മയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ തന്നെ താങ്കൾക്കൊപ്പമുണ്ടാകും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളെ ആരെങ്കിലും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും വിളിച്ചുവോ കൃത്യമായ നടപടി ഇവർക്കെതിരെ എടുത്തു തന്നെ എല്ലാ സംവിധാനങ്ങളും അത് ഉറപ്പാക്കുമെന്ന വിശ്വാസം താങ്കൾക്കുണ്ടോ ശ്രീ സന്തോഷ്? തീർച്ചയായിട്ടും എൻ്റെ പോലീസ് മേലുദ്യോഗസ്ഥര് നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ പോലീസ് സംഘടനയുടെ ഭാരവാഹികൾ എന്നെ സന്ദർശിക്കുകയും എനിക്ക് ആവശ്യമായ സഹായങ്ങൾ, സഹപ്രവർത്തകരുടെ സഹായങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുക്കാവുന്നതിന്റെ മാക്സിമമായ രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ഒരു യൂണിഫോം വിട്ട പോലീസുകാരനെ, അത് ഞാൻ സത്യധർമ്മങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാൾ തന്നെയാണ്, സംശുദ്ധ വ്യക്തിത്വമായിട്ട് തന്നെ അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാക്കിയിട്ട യൂണിഫോംധാരിയെ മർദ്ദിക്കുക, അടിച്ച് താഴെയിടുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന്റെ വലിയ ഒരു ചോദ്യചിഹ്നമാകേണ്ടതാണ്. അപ്പൊ എനിക്ക് ഉണ്ടായത് നാളുകളിൽ ഇനിയിപ്പോ നാളെ എന്റെ മോനോ അല്ലെങ്കിൽ വേറെ ഒരാൾക്കോ അത് ഉണ്ടാവാൻ പാടില്ലാത്ത. ശരി, തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുറവിലങ്ങാട്ട് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഈ സത്യങ്ങൾ തുറന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥനെ ഇകഴ്ത്തരുത്. പകരം ഈ കൊടും ക്രിമിനലുകളെ, ഈ ക്രിമിനൽ സംഘത്തെ പൂട്ടാനുള്ള നടപടി പോലീസും സർക്കാരും ഭരണകൂടവും പാർട്ടിയും DYFI എന്ന സംവിധാനവും കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇടവേളയിലേക്ക്.